തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന പരാതി. മുട്ട തേയ്മാനത്തിന് ചികിത്സ തേടിയ രോഗിയെ ആമവാദത്തിന് ചികിത്സിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് നെടുമങ്ങാട് സ്വദേശി ടി ഷീല. എന്നാൽ സന്ധിവാദത്തിനാണ് മരുന്ന് നൽകിയതെന്നാണ് ഡോക്ടറുടെ വിശദീകരണമായ പ്രതികരണം. എന്നെ ഒന്നൊരു ടെസ്റ്റ് നോക്കുകയും എൻ്റെ ബ്ലഡ് ഒന്ന് പരിശോധിക്കുകയും ആമവാദത്തിൻ്റെ ബ്ലഡ് നോക്കി ഒന്ന് പരിശോധിക്കുകയും ഒന്നും ചെയ്യാതെ ഡോക്ടർ ആമവാദത്തിൻ്റെ ഗുളിക എഴുതിത്തന്ന് ഈ ഗുളിക ഒരു 5 ദിവസം കഴിച്ചിട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞു. ഈ 5 ദിവസം ഞാൻ 500 രൂപയായി ഗുളിക വാങ്ങിച്ചപ്പോൾ ഈ കൊണ്ടുവന്ന് ഞാൻ കഴിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് അസ്വസ്ഥതകളൊക്കെ അനുഭവിച്ച് 5 ദിവസം ഞാൻ കഴിച്ച് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച സാരമായി എന്നെ ബാധിച്ച്, കണ്ണൊക്കെ പഴുത്ത് മൂടി, ചെവി അങ്ങ് പഴുത്ത്, ശരീരം കംപ്ലീറ്റും പഴുത്ത്. എനിക്ക് ആമവാദം ഉണ്ടോ ഇല്ലേന്ന് അറിയാനുള്ള ടെസ്റ്റ് നടത്തി. അതിൽ ആമവാദം എനിക്ക് ഇല്ലെന്ന് തെളിഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഗവൺമെൻറ് ആശുപത്രി പോയി നോക്കി. ഇങ്ങനൊരവസ്ഥ ഇനി മറ്റാർക്കും വരരുതെന്നുള്ള അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും MS വീണ ചേരുകയാണ്. വീണ, ആവർത്തിച്ചുള്ള ചികിത്സാ പിഴവ് അത് തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ പതിവാവുകയാണ്. നോക്കൂ, ഒരാള് തേയ്മാനത്തിന്റെ അസുഖവുമായി എത്തുന്നു, പക്ഷേ ചികിത്സിക്കുന്നത് സന്ധിവാദത്തിനാണ്, പക്ഷേ മരുന്ന് നൽകുന്നത് ആമവാദത്തിന്. എത്ര മഹാനായ ഡോക്ടറാണ് ഈ രോഗിയെ പരിശോധിച്ചത്? എന്താണ് ഇപ്പോൾ ഈ യുവതി ഉന്നയിക്കുന്ന ആരോപണം? എങ്ങനെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ വിഷയത്തിൽ നടപടിയെടുത്തിരിക്കുന്നത്? വിവരങ്ങൾ വ്യക്തമാക്കാം വീണ. അശ്വതി, തുടരെ ആരോഗ്യ മേഖലയിൽ പിഴവുകൾ ഉണ്ടാകുന്നു. അതിൽ ദുരിതം അനുഭവിക്കുന്നതാകട്ടെ സാധാരണക്കാരായിട്ടുള്ള രോഗികൾ മാത്രമാണ്. സർക്കാർ മാറിയെങ്കിലും ഈ പിഴവുകൾ കുറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആരോഗ്യ മേഖലയിൽ സമൂലമായിട്ടുള്ള അഴിച്ചുപണികൾ വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. നെടുമങ്ങാട് സ്വദേശിനിയാണ്, 52 വയസ്സുകാരിയാണ് ഷീല. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജനറൽ വിഭാഗം ഡോക്ടറുടെ പക്കൽ ജേക്കബ് തോമസിന്റെ അടുത്ത് ചികിത്സ തേടി എത്തുന്നത്. തനിക്ക് മുട്ട തേയ്മാനമാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ താൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ തിരച്ച് ആക്രോശിച്ചുകൊണ്ട് ചോദിക്കുന്നു, താങ്കളാണോ താങ്കളുടെ രോഗത്തെക്കുറിച്ചും തീരുമാനമെടുക്കുന്നതെന്ന് ചോദിക്കുന്നു. തുടർന്ന് പരിശോധനകൾ നടത്തിയില്ല. അതിന് മുന്നോടിയായി തന്നെ ഒരു കുറിപ്പടി എഴുതി കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ആമവാദമാണ്, അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരുന്നുകൾ കഴിക്കണമെന്ന് പറയുന്നു. പക്ഷേ 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നെടുമങ്ങാട് സ്വദേശിനിയായ ഷീല മരുന്ന് വാങ്ങി കഴിച്ചതെന്ന് പറയുന്നു. തുടർന്ന് വലിയ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കണ്ണിനും മുഖത്തുമൊക്കെ വലിയ തരത്തിൽ നീരുണ്ടായി. ആ നീര് വീർത്ത് പൊട്ടുന്ന തരത്തിലേക്ക് എത്തി. മുഖമാകെ വികൃതമായി. തൻ്റെ ചലനശേഷിയും സംസാരശേഷിയും ഒക്കെ വലിയ തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് താൻ വളരെ മോശം രീതിയിലേക്ക്, ആരോഗ്യാവസ്ഥ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് ചെന്നെത്തി എന്ന് കൂടി ഇവർ പറയുന്നുണ്ട്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പിന്നീടും ചികിത്സയ്ക്കെത്തി. ആ ചികിത്സയിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഷീലയ്ക്ക് ആമവാദമില്ലെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. തുടർന്ന് ഈ പരാതി നൽകി കെ മുരളീധരനാണ്, ആരോഗ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചികിത്സിച്ച ഡോക്ടർ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. താൻ ആമവാദത്തിനല്ല ചികിത്സ നടത്തിയത്, സന്ധിവാദത്തിനാണ് ചികിത്സ നടത്തിയെന്നുള്ളൊരു ന്യായീകരണമാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ ഷീല പറയുന്നത് തനിക്ക് ഇപ്പോഴും ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. സാധാരണ വീട്ടമ്മയാണ്. സമീപത്തെ ഒരു സ്കൂളിൽ പാചക തൊഴിലാളിയായി ക്യാൻറ്റീൻ നടത്തിപ്പൊക്കെയായി താൻ മുന്നോട്ട് പോവുകയായിരുന്നു. നിർധന കുടുംബമാണ്. തൻ്റെ ഭർത്താവിനും ഹൃദ്രോഗമുണ്ട്. തൻ്റെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ യാതൊരു വിധത്തിലും തനിക്ക് രോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നതിനാൽ തന്നെ മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാത്രമല്ല, മുട്ട് തേയ്മാനത്തിന് ചികിത്സ തേടിപ്പോയ രോഗിക്ക് മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. കാഴ്ചശക്തിയെ വലിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഒരാളുടെ സഹായം വേണമെന്ന് കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം കണ്ണ് ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഈ ചികിത്സാ പിഴവിനെ തുടർന്നുണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ചികിത്സ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ് ഷീല എന്നുള്ളതാണ്. അടിയന്തരമായി നടപടി വേണം. തനിക്കുണ്ടായ അനുഭവം മറ്റൊരു രോഗിക്കും ഉണ്ടാകരുത്. ചികിത്സാ പിഴവിൽ നടപടിയെടുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഷീല വ്യക്തമാക്കുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയണം. ഡോക്ടർ ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് നിരത്തുന്നത്. താൻ സന്ധിവാദത്തിനാണ് ചികിത്സ നടത്തിയെന്ന് കൈയൊഴിയുകയാണ്. ചികിത്സാ പിഴവ് സംഭവിച്ചതിനെ തുടർന്ന് ഡോക്ടർ ന്യായീകരിച്ച് രംഗത്തെത്തുന്നത്. അശ്വതി. വീണ, വിവരങ്ങൾ വ്യക്തമാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, മുറി വൈദ്യൻ ആളെ കൊല്ലുമെന്ന്. പക്ഷെ നന്നായി MBBS പഠിച്ച് ഗവൺമെന്റ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജുകളിൽ ഇരിക്കുന്ന വിദഗ്ധന്മാരും ആളെ കൊല്ലത്തില്ല. പക്ഷേ ഇത്തരത്തിൽ ജീവിതം ഒരു വലിയ നരകക്കുഴിയിലേക്ക് സമ്മാനിക്കും. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞങ്ങളുടെ പ്രതിനിധി വീണ പങ്കുവച്ചത്. തലസ്ഥാന നഗരിയിലെ മെഡിക്കൽ കോളേജിലാണ് ചികിത്സാ പിഴവ്. രോഗി എത്തിയത് തേയ്മാനത്തിന്, ചികിത്സിച്ചത് സന്ധിവാദത്തിന്, മരുന്ന് നൽകിയത് ആമവാദത്തിന്.